പിറവത്ത് ദർശന എന്ന് പറഞ്ഞ മൾട്ടിപ്ലക്സ് ഓപ്പൺ ആവണ പിന്നെ പിറവത്തുകാർ അയൽ ഗ്രാമങ്ങളിലുള്ളവരും സിനിമ കാണാൻ പൊക്കോണ്ടിരുന്ന പിറവത്തെ കൂത്താട്ടുകുളത്തും മൂവാറ്റുപുഴയും തലയോലപ്പറമ്പുമായിരുന്നു. ഇതിനൊരു മാറ്റം കൊണ്ടുവന്ന ദർശന മൾട്ടിപ്ലക്സ് പിറവത്ത് ഓപ്പൺ ആയി പിന്നെ അയൽ ഗ്രാമങ്ങളിലുള്ളവർ പിറവത്തുള്ളവർ സിനിമ കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് ദർശനയിലോട്ട് മാറി. അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. ചില രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു തിയേറ്ററാണ് ദർശന തിയേറ്റർ. അതിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജെറ്റ് ചെയ്ത ഭാഗമായിട്ടുണ്ടായ വിവാദം അറ്റ്ലാസ് ഫൈനലി പിറവത്തെ ദർശന തിയേറ്റർ ആശീർവാദ് സിനിമാസ് ഏറ്റെടുത്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസ് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുള്ള റിനോവേഷൻ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പണ്ട് ദർശന എന്ന സമയത്ത് ഇതിനൊരു ഫ്രണ്ട് സൈഡും ഒരു ഫ്രണ്ട് വ്യൂവും ഉണ്ടായിരുന്നില്ല. അതായത് ഈ തിയേറ്ററിന്റെ എൻട്രൻസ് കഴിഞ്ഞ് ഫ്രണ്ട് വ്യൂവിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ കുറെ കടകളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം കാരണമാണ് ഇങ്ങനൊരു തിയേറ്റർ ഇവിടെ ഉണ്ടെന്ന് കൂടുതൽ ആൾക്കാരിലോട്ട് എത്താതെ പോകും. എന്തായാലും ആശീർവാദ് ഏറ്റതിന് ശേഷം ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ആശീർവാദ് സിനിമാസ് മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ഇവിടെ നടത്തുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ACP വർക്ക് കൂടാതെ അകത്തും വർക്കുകൾ നടക്കുന്നുണ്ട്. നിലവിൽ ദർശന സിനിമാസിൽ വരുന്നത് 3 സ്ക്രീനാണ്. എന്തായാലും ഈ 3 ഓഡിറ്റോറിയത്തിലും എന്തെങ്കിലും മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വരുന്ന ഓണത്തിന് ഇത് ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിറവത്തെ ഏറ്റവും വലിയ സ്വകാര്യ സംരംഭവും പട്ടണത്തിലെ ഏക മൾട്ടിപ്ലക്സുമായ ദർശന സിനിമാസ് വായ്പ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിടിച്ചു. 10 കോടി രൂപ വായ്പയെടുത്ത് നിർമ്മിച്ച 2017 സമാരംഭിച്ച 3 സ്ക്രീൻ തിയേറ്റർ കോവിഡ്-19 മഹാമാരിയുടെ കാലത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളും നേരിട്ടു. 1971 നടൻ മധു ഉദ്ഘാടനം ചെയ്ത ഒരു സ്ക്രീനിംഗോടെ ആദ്യമായി തുറന്ന ഒരു ഊർജ്ജസ്വലമായ സാംസ്കാരിക കേന്ദ്രമായിരുന്ന ദർശന അതിന്റെ ഐക്കണിക് സ്റ്റാർ സീലിംഗിനും പേരുകേട്ടത്. ഇത് സിനിമ കാണാനുള്ള അനുഭവത്തിന് ആകർഷകമായ സവിശേഷതയാണ്. ഇന്ന് സമുച്ചയം ഒരു നിശബ്ദ അന്ത്യത്തെ അഭിമുഖീകരിക്കും. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പൈതൃകത്തിന്റെ അടച്ചുപൂട്ടൽ അടയാളപ്പെടും. ബാങ്കുകാരെ ജപ്തി ചെയ്തുകൊണ്ട് പോയപ്പോ എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല ഇവൻ തിരിച്ചു വരുമെന്ന്. പിറവത്തുകാർക്ക് വേണ്ടി ആശീർവാദ് സിനിമാസ് ഇവനെ തിരിച്ചു കൊണ്ടുവന്നു. പിറവത്തുകാരുടെ ദർശന തിയേറ്റർ ആശീർവാദ് സിനിമാസായി തിരിച്ചു വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം.